ഇന്ത്യൻ T20 ടീമിനെതിരെ വീണ്ടും വലിയ വിമർശനം. 1983 ലോകകപ്പ് ജേതാവും മുൻ ഇന്ത്യൻ നായകനുമായ കൃഷ്ണമാചാരി ശ്രീകാന്ത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും യുവതാരവുമായ തിലക് വർമ്മയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. തിലക് വർമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ടീമിൽ നിന്ന് പുറത്താക്കും. തിലകിന് പകരം സഞ്ജു സാംസണിനെ കളിപ്പിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്ന പ്രസ്താവന ഇതാണ്. എന്തുകൊണ്ടാണ് ശ്രീകാന്ത് ഇത്രയും രൂക്ഷമായി പ്രതികരിച്ചത്? ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ ഇന്ത്യ പ്രതീക്ഷിച്ച പ്രകടനമല്ല കാഴ്ചവെച്ചത്. തുടർച്ചയായ പരാജയങ്ങൾക്കൊപ്പം ബാറ്റിംഗ് നിരയുടെ തകർച്ചയാണ് ഏറ്റവും വലിയ ആശങ്കയായി മാറിയത്. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത് വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയാണ്. പ്രത്യേകിച്ച് വേഗതയേറിയ ബൗളർമാരുടെ ഷോർട്ട് പിച്ച്ഡ് പന്തുകൾ നേടുന്നതിൽ തിലക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്നാണ് മുൻ താരങ്ങളുടെ വിലയിരുത്തൽ. പല മത്സരങ്ങളും അദ്ദേഹത്തെ ആ തരത്തിലുള്ള ബൗളിംഗിൽ നിന്ന് രക്ഷിക്കാൻ ടീം മാനേജ്മെന്റ് ശ്രമിക്കുന്നതായും വിമർശനം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശ്രീകാന്ത് തന്റെ യൂട്യൂബ് ചാനൽ വളരെ തുറന്ന വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇയാൾ ഇപ്പോൾ വൈസ് ക്യാപ്റ്റനാണ്, നാളെ ക്യാപ്റ്റനായേക്കാം. പക്ഷേ ഫാസ്റ്റ് ബോളിംഗ് വരുമ്പോൾ ഇയാളെ മറച്ചു വയ്ക്കുകയാണ് ടീം. അക്സർ പട്ടേലിനെ പോലും മുന്നിലേക്ക് അയക്കുന്നു. കാരണം ഷോർട്ട് പിച്ച് ബോളിങ്ങിനെതിരെ തിലക് ദുർബലനാണെന്ന് അവർക്ക് തന്നെ അറിയാം. അവിടെ നിർത്തിയില്ല ശ്രീകാന്ത്. ഞാൻ ഏറെ നാളെ പറയുന്ന കാര്യമാണ്, തിലക് വർമ്മയെ ടീമിൽ നിന്ന് ഒഴിവാക്കണം. പക്ഷേ ആരും അത് ചെയ്യുന്നില്ല. ഈ പ്രസ്താവന ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാരണം തിലക് വർമ്മ സാധാരണ താരമല്ല. ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരെ പലരും അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു താരത്തെ 1983 ലോകകപ്പ് ജേതാവ് തന്നെ ക്ലൂലെസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ചെറിയ കാര്യമല്ല. ശ്രീകാന്തിന്റെ വിമർശനത്തിന് പിന്നിലെ കണക്കുകളുമുണ്ട്. നോട്ടിംഗ്ഹാമിൽ നടന്ന മൂന്നാം T20 ഇന്ത്യ വെറും 76 റൺസിന് ഓൾ ഔട്ടായി. ഇംഗ്ലണ്ടിൽ ഇന്ത്യയുടെ പുരുഷ T20 ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറായിരുന്നു അത്. ആ മത്സരത്തിൽ തിലക് വർമ്മ 11 പന്തിൽ വെറും 3 റൺസ് മാത്രമാണ് നേടിയത്. അദ്ദേഹം ബാറ്റ് ചെയ്ത രീതിയും വേഗതയേറിയ ബൗളിങ്ങിനെതിരെ ആത്മവിശ്വാസമില്ലാത്ത പ്രകടനവുമാണ് ശ്രീകാന്തിനെ പ്രകോപിപ്പിച്ചത്. ഇതിനിടയിൽ സഞ്ജു സാംസന്റെ പേര് വീണ്ടും ചർച്ചയായി. ശ്രീകാന്ത് വ്യക്തമാക്കി പറയുന്നു: ഞാനായിരുന്നെങ്കിൽ തിലക് വർമ്മയ്ക്ക് പകരം സഞ്ജു സാംസണിനെ ടീമിൽ കളിപ്പിക്കും. സഞ്ജുവിനെ ആദ്യ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും തുടർച്ചയായ 3 മോശം ഇന്നിംഗ്സുകൾക്ക് ശേഷം ടീമിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിന് പകരം 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിക്ക് അവസരം നൽകി. എന്നാൽ സൂര്യവംശിക്കും വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. അതോടെ വീണ്ടും സഞ്ജുവിനെ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ ടീം ഒരു നിർണായക ഘട്ടത്തിലാണ്. പരമ്പരയിൽ തുടർച്ചയായ തോൽവികൾ, ബാറ്റിംഗ് നിരയുടെ ആത്മവിശ്വാസം തകർന്ന അവസ്ഥ, ഓരോ മത്സരത്തിന് ശേഷവും പുതിയ വിമർശനങ്ങൾ. ഇത്തരം സമയത്ത് മുൻ താരങ്ങളുടെ പ്രതികരണങ്ങൾ ടീമിന്മേൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഇതിന്റെ മറുവശവും കാണേണ്ടതുണ്ട്. തിലക് വർമ്മ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യക്ക് മികച്ച ഇന്നിംഗ്സുകൾ കളിച്ച താരമാണ്. IPL-ലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലും നിരവധി നിർണായക പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതുകൊണ്ട് ഒരു മോശം പരമ്പരയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളിക്കളയാനോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ക്രിക്കറ്റിൽ എല്ലാ വലിയ താരങ്ങൾക്കും മോശം ഫോമിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. വിരാട് കോഹ്ലി മുതൽ രോഹിത് ശർമ്മ വരെ അതിന്റെ ഉദാഹരണങ്ങളാണ്. അതിനാൽ തിലക് വർമ്മയ്ക്കും തിരിച്ചുവരാൻ അവസരം നൽകണമെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ അഭിപ്രായം. അതേസമയം മറ്റൊരു വിഭാഗം പറയുന്നത് വേറെയാണ്. വൈസ് ക്യാപ്റ്റൻ എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ടീമിനെ നയിക്കാൻ സാധ്യതയുള്ള ഒരാൾക്ക് അടിസ്ഥാനപരമായ ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ തന്നെ പരിഹരിക്കണം. അല്ലെങ്കിൽ അത് ഇന്ത്യക്ക് ഭാവിയിൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് അവരുടെ വാദം. ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ടീം മാനേജ്മെന്റിലേക്കാണ്. അടുത്ത മത്സരത്തിൽ തിലക് വർമ്മയ്ക്ക് വീണ്ടും അവസരം ലഭിക്കുമോ, അല്ലെങ്കിൽ സഞ്ജു സാംസൺ തിരിച്ചെത്തുമോ? ശ്രീകാന്തിന്റെ വിമർശനത്തിന് ശേഷം ടീം സെലക്ടർമാർ എന്ത് തീരുമാനമെടുക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അടുത്ത മത്സരത്തിൽ ലഭിക്കുക.